വെൽക്കം ടു ഗുഡ് ഫ്യൂച്ചർ അക്കാഡമി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫ്രീക്വൻ്റ്ലി ഓവർസിയർ സിവിൽ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദ ടിംബർ ഹൂസ് തിക്നെസ് ഈസ് ലെസ് ദാൻ 5 cm ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 12 cm ഈസ്. അതായത് ഒരു ടിംബറിൻ്റെ തിക്നെസ് 5 cm കുറവും വിഡ്ത്ത് 12 cm കൂടുതലുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിംബറിന് എന്താണ് പറയുക? ഓപ്ഷൻ എ പ്ലാങ്ക്, ഓപ്ഷൻ ബി ബാറ്റൻ, ഓപ്ഷൻ സി ബോർഡ്, ഓപ്ഷൻ ഡി ലോഗ്. നമുക്ക് ആൻസർ ഇസ് ബോർഡ്. ബോർഡാണ് തിക്നെസ് ലെസ് ദാൻ 5 cm വിഡ്ത്ത് എക്സീഡ്സ് 12 cm. ഇനി നമുക്ക് പ്ലാങ്കിൻ്റെ തിക്നെസ് ലെസ് ദാൻ 5 cm ആണ്, വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 5 cm ആണ്. ബാറ്റൻ എന്ന് പറയുന്നത് ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ടിമ്പറാണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 50 mm ആൻഡ് വിഡ്ത്ത് 50 mm ആണ്. ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീയുടെ ഒരു ട്രങ്കാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടോട്ടൽ മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഇമ്പൾസീവ് ഫോഴ്സ്, ഓപ്ഷൻ ബി മാസ്, ഓപ്ഷൻ സി വെയ്റ്റ്, ഓപ്ഷൻ ഡി മൊമെൻറ്റം. ആൻസർ ഇസ് മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയണത്. അതേസമയം മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന മാസ് എത്രയാണോ അത് ഇൻറ്റു അതിൻ്റെ സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Moment of inertia of a rectangular section of 3 cm wide and 4 cm deep about x-axis is. അതായത് ഒരു 3 cm വൈഡ് വിഡ്ത്തുള്ള ഒരു 4 cm ഡെപ്ത് ഉള്ള ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എക്സ് ആക്സിസിൽ ഉള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 9 cm/4, ബി 12 cm/4, സി 16 cm/4, ഡി 20 cm/4. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ BD³/12 ആണ്. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത്. ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 cm ആണ്, ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ 4 cm ആണ്. അപ്പോൾ 3 × 4⁵3/12. അപ്പോൾ നമുക്ക് 16 കിട്ടും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ cm/4 ആണ്. അപ്പോൾ അവിടെ ആൻസർ ഇസ് cm/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫൈൻ അഗ്രിഗേറ്റ് ഈസ് വൺ ഹൂസ് പാർട്ടിക്കിൾ ആർ ഓഫ് സൈസ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കണത്. ഫസ്റ്റ് ഓപ്ഷൻ 4.75 mm, ബി below 4.75 mm, C 6.75 mm, D below 6.75 mm. Our answer is below 4.75 mm. ഒരു ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4.75ലേക്കാളും കുറവായിരിക്കും. സിൽറ്റിൻ്റെ കണ്ടീഷനിലാണെങ്കിൽ 0.002 mm to 0.06 mm വരെ ആയിരിക്കും. ക്ലേ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.002 mm ആയിരിക്കും. നെക്സ്റ്റ്. The seasoning of timber is done. Seasoning of timber എന്തിനാണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ to make it waterproofing, B to paint its surface, C to heat it, D to remove water. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. To remove water. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടിമ്പർ സീസണിങ് ചെയ്യുന്നത്. അതെന്തിനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അത് ഡീകേ ഒക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യുന്നത്. Next question is final setting time of cement should not be more than. ഒരു സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻ്റ് ആണ്. ഓപ്ഷൻ എ 5 hours, ഓപ്ഷൻ ബി 10 hours, ഓപ്ഷൻ സി 30 minutes, ഓപ്ഷൻ ഡി 1 hour. our answer is 10 hours. 10 hours ആണ് ഒരു സിമെൻറ്റിൻ്റെ ഫൈനൽ സെറ്റിംഗ് ടൈം. ഒരു സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് should not be less than 30 minutes ആണ്. നോക്കാം. The triangular portion at the end of a sloped roof is called. അതായത് ഒരു റൂഫിൻ്റെ ഇപ്പോൾ ഇതൊരു റൂഫാണെന്ന് വെച്ചാൽ ഈ റൂഫിൻ്റെ ഈ ട്രയാങ്കുലർ പോർഷനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കണത്. ആ ട്രയാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് ഗാബിളാണ്. A temporary structure constructed to prevent the water entering an area when a permanent structure to be constructed is called.
ഓപ്ഷൻ എ റീറ്റൈനിങ് വാൾ, ഓപ്ഷൻ ബി റിവർ ട്രെയിനിങ് വർക്ക്സ്, ഓപ്ഷൻ സി വിങ് വാൾ, ഓപ്ഷൻ ഡി കോഫർ ഡാം. അതായത് ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ വരുന്ന ഒരു ഏരിയയിൽ ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാട്ടർ അതിലേക്ക് എൻറ്റർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമനൻറ്റ് ഒരു ടെമ്പററി ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, കോഫർ ഡാം. അതായത് ഇവിടെ ഇപ്പോൾ നമുക്കൊരു കൺസ്ട്രക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ എൻറ്റർ ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ടൊരു ചെയ്യുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. Question: The vertical face of a door opening which supports the frame of the door are. ഒരു ഡോറിൻ്റെ വെർട്ടിക്കൽ ഫേസ്, ആ ഡോറിൻ്റെ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഫേസ് അതെന്താണെന്ന്. ഓപ്ഷൻ എ ജാമ്പ്, ഓപ്ഷൻ ബി പോസ്റ്റ്, ഓപ്ഷൻ സി റിവീൽസ്, ഓപ്ഷൻ ഡി സ്റ്റൈൽസ്. ആൻസർ ഈസ് ജാമ്പ്. ജാമ്പ് ഇവിടെ നമുക്ക് നോക്കിയാൽ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജാമ്പ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ, ദാറ്റ് ഈസ് ജാമ്പ്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ദ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം. നേരത്തെ നമ്മൾ പഠിച്ച വെർട്ടിക്കൽ മെമ്പർ ഇറ്റ് സപ്പോർട്ട്സ് ഫ്രെയിമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കണേ ഷട്ടർ ഫ്രെയിമിൻ്റെ സൈഡ് മെമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ എന്താണെന്നാണ് ചോദിച്ചത്. സ്റ്റൈൽ, റിവീൽ, പോസ്റ്റ് ആൻഡ് മുള്ളിയൻ. ആൻസർ ഇസ് സ്റ്റൈൽ. നമുക്ക് ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. ഇതാണ് ഷട്ടർ. ഈ ഷട്ടറിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പറൈൻ, വെർട്ടിക്കൽ ഒരു പോർഷനാണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പെൻറ്റഗ്രാഫ് ഈസ് യൂസ്ഡ് ഫോർ. പെൻറ്റഗ്രാഫ് മിക്കവർക്കും അറിയാവുന്ന സംഭവം തന്നെയായിരിക്കും. ഓപ്ഷൻ എ മെഷറിംഗ് ദ ഡിസ്റ്റൻസസ്, ബി മെഷറിംഗ് ദ ഏരിയാസ്, സി എൻലാർജിങ് ഓർ റെഡ്യൂസിങ് പ്ലാൻസ്, ഡി സെറ്റിംഗ് ഔട്ട് റൈറ്റ് ആംഗിൾസ്. നമ്മൾ പെൻറ്റഗ്രാഫ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻലാർജിങ് ഓർ റെഡ്യൂസിങ് പ്ലാൻസ് എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ പെൻറ്റഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണുന്നതാണ് പെൻറ്റഗ്രാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: an arch constructed with finely dressed stones is known as. അതായത് ഫൈനായിട്ട് ഡ്രസ് ചെയ്തേക്കുന്ന സ്റ്റോൺ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആർച്ചിനെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ റബ്ബിൾ ആർച്ച്, ബി ആഷ്ലർ ആർച്ച്, സി ഗ്വേജ്ഡ് ആർച്ച്, ഡി ആക്സ്ഡ് ആർച്ച്. ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺ വെച്ചുണ്ടാക്കുന്നത് നമ്മൾ ആഷ്ലർ ആർച്ചാണ്. ഇപ്പോൾ ഈ ആർച്ച് നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഫൈൻലി ഡ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടാണ്, പുറത്തേക്ക് ഒന്നും തള്ളി നിൽക്കാതെ കംപ്ലീറ്റ് പോളിഷ് ചെയ്തെടുത്തേക്കുന്ന സ്റ്റോൺസ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇമാജിനറി ലൈൻസ് പാസിംഗ് ത്രൂ പോയിൻറ്റ്സ് ഹാവിങ് ഈക്വൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ടേംഡ് ആസ്. അതായത് ഒരു ഈക്വൽ ആയിട്ട് മാഗ്നറ്റിക് ഡിക്ലിനേഷനുള്ള, അതായത് ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയിൻറ്റ്സ് ഹാവിങ് ഈക്വൽ ഡിക്ലിനേഷൻ ഉണ്ടാവും. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈക്വൽ ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സുകൾ നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻസിന് എന്താണ് നമ്മൾ പറയുക? ഓപ്ഷൻ എ ഐസോഗോണിക് ലൈൻ, എഗോണിക് ലൈൻ, ഐസോക്ലിനിക് ലൈൻസ്, ഓൾ ദി എബവ്. ആൻസർ ഈസ് ഐസോഗോണിക് ലൈൻസ്. ഐസോഗോണിക് ലൈൻസ് ആണ് നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ സെയിം ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒരുമിച്ച് വെച്ച് ഒരു ഇമാജിനറി ലൈൻ ഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിനാണ് പറഞ്ഞാൽ ഐസോഗോണിക് എന്ന്. പിന്നെ അഗോണിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 0 ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനാണ്. ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡിപ്പ് ഈക്വൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള ഇമാജിനറി ലൈനാണ്. അത് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആംഗിൾ മെയ്ഡ് വിത്ത് എ ഹൊറിസോണ്ടൽ ബൈ ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഹൊറിസോണ്ടലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: an arch may be failed due to. ഒരു ആർച്ച് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ആർച്ച് ഫെയിൽ ആവുന്നത്? uneven settlement of abutments, sliding of warsiers, crushing of the materials, all the above. ഈ 3 കാരണങ്ങൾ കൊണ്ടും ഒരു ആർച്ച് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അബട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന 2 വെർട്ടിക്കൽ മെമ്പറാണ് ഈ അബട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാസിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനിൽ കാണുന്നതാണ്. ഈ ബി എന്ന് പറഞ്ഞ പോർഷൻ കാണുന്നതാണ് വാസിയേഴ്സ്. സി എന്ന് പറഞ്ഞാൽ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ഫൂട്ടർ.
ഡി എന്ന് പറഞ്ഞാൽ കീസ്റ്റോൺ ആണ് നമ്മൾ ആർച്ചിൻ്റെ സെൻറ്റർ പോർഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അതായത് IRC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, IRC എന്നാണ് തുടങ്ങിയത്? 1926, 1930, 1934, 1936. 1934 is the right answer. And this IRC was set up in December 1934. ഇത് ജേക്കബ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പുറത്താണ് നമ്മളിത് IRC ഡെവലപ്പ് ചെയ്തത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിങ് ആൻഡ് എൻകറേജിങ് ദ സയൻസ് ഫോർ ബിൽഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റോഡ്സിൻ്റെ മെയിൻ്റനൻസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ IRC ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് ഇതോടെ നിർത്താണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു.